കണ്ടാലേ പേടി തോന്നുന്നു. പിന്നെ ഇങ്ങനെ കഴിക്കുക. അല്ല, ശ്രീയേട്ടന് മീനൊക്കെ അറിയോ? പിന്നെ കണ്ട ഗൾഫ്രണ്ട് കിടക്കുന്നതല്ലേ, ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ. നീ അതിന്ന് പറഞ്ഞ് പഠിക്കേ. നിന്റെ ഒരു പേടി, നിന്നെയും കെട്ടിക്കൊണ്ട് എന്റെ കാര്യം കുഴപ്പത്തിലാവൂടി. ആ, നീ പോയി ആ മസാലപ്പൊടിയൊക്കെ എടുത്തോണ്ടോ. അമ്മ വരുന്നതിന് മുമ്പേ പാചകം ചെയ്തില്ലെങ്കിലേ കാര്യം ആ കുഴപ്പത്തിലാവും. ഗംഭീരവശം കഥ. ഗോപാലനാശാന്റെ പാഞ്ചാലി. എനിക്ക് എന്ന് 10-12 വയസ്സേ പ്രായം ഉണ്ടാവും. ശ്രീവേഷം എന്ന് പറഞ്ഞ ആശാന്റെ വേഷ വേഷം കണ്ടിട്ടുണ്ടോ? വരരെ കേട്ടിട്ടുള്ളൂ. ആ, കണ്ടാലേ മനസ്സിലാവും. ഒരു അതിശോക്തിയില്ല എന്റെ വരരെ, കൊത്തിയാവും. ഞാനെന്ത് ചെയ്തു, കളി കഴിഞ്ഞ് ആശാൻ അരങ്ങത്തുനിന്ന് ഇറങ്ങിയപ്പോ ഞാനും പുറകെ കൂടി കൂട്ടുവലയിലേക്ക്. എന്തിനാ എന്തിനാ എന്തിനായിരിക്കും? അതിപ്പോൾ പറഞ്ഞില്ലേ, പെണ്ണ് തന്നെയാണെന്നാ എന്റെ ധാരണ. വേഷം മാറുന്നൊന്ന് കാണുക, അത്രേ ഉള്ളൂ. ഈ കൗമാര കൗതുകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പുടവ അഴിച്ചപ്പോഴല്ലേ എന്റെ വരരെ ചെണ്ടക്കോല് പോലെ വളഞ്ഞ 2 കാലും വസൂരിക്കുത്തുള്ള മുഖവും. എന്താ ഒരു മണം. ആ, അതെ, ഗൗരിക്കുട്ടി ഇവിടെ ഇല്ല. അനന്തരവളുടെ പാചകമാണ്. മണം കേട്ടാ അറിയാൻ ഗുണം. മണം കേട്ടിട്ട് മീനാവാനാ വഴി. മീനോ? ആർക്കറിയില്ലേ, കാവുങ്ങാട്ടിലത്തെ തിരുമേനിയായ എന്റെ അച്ഛൻ. എന്റെ ഓർമ്മയായിട്ട് ഇന്ന് വരെ ഈ വീട്ടിൽ ഈ വക സാധനം ഒന്നും കേട്ടിട്ടില്ല. ഇത് ഉരുളക്കിഴങ്ങ് മസാലയാവാനാ വഴി. എന്തായാലും ഇത് മീൻ തന്നെ. എന്നാ വാരര് ചെല്ലേ, ഊണിന് മുമ്പ് ഒരു കുളിയുള്ളത് മുടക്കണ്ട. ആ, അത്താഴപ്പുഴ നിന്നോട് വരണം, കഥ ബാക്കി കിടക്കുന്നു. പിള്ളേരാ, ഞാനില്ല. അയ്യോ, അല്ല, അവരാ പിള്ളേരെ. അടിക്കല്ലേ, ഇതിപ്പോ എന്ത് എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ കിട്ടാ, പണ്ട് വല്യമ്മാവൻ എന്നെ വട്ടവര നിർത്തിയത്? അപ്പോ ഞാനും ഗൗരിയും തമ്മിൽ അങ്ങനെ പറയത്തക്ക ബന്ധമൊന്നുമില്ല. ഒന്ന് കണ്ടു, ചിരിച്ചു, അത്രയൊക്കെ ഉള്ളു കേസ്. എന്നിട്ടും തല്ലെത്ര കൊണ്ടത്. അന്നൊക്കെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതേ ഒരു സാഹസ. ഇപ്പോഴോ കണ്ടില്ലേ, എപ്പോ നോക്കിയാലും രണ്ടും കൂടി എന്താ എന്റെ കിട്ടാ ഇവർക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്? ഒന്നും അറിയാത്ത ഒരാളെ. എന്നാ പിള്ളേരുടെ ഒരു ധാരണ. പഴയ ആളുകളല്ലേ, ഇപ്പോഴത്തെ പുതിയ സമ്പ്രദായം ഒന്നും നമുക്ക് മനസ്സിലാവൂലെന്ന് അറിയാനും. കാള വാല് വെക്കുമ്പോഴേ അറിഞ്ഞൂടെ എന്റെ കിട്ടാ. ദേ, കല്യാണമേളത്തിനിടയ്ക്ക് പഠിത്തം ഉഴപ്പല്ലേ മോളെ, അവസാന വർഷമാണ്. ഞാൻ ശരിക്കും പഠിക്കുന്നുണ്ടമ്മേ. ക്ലാസ്സോട് കൂടി ഞാൻ ജയിക്കും. അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. തറവാട്ടിലെ മുറ്റത്ത് ഒരു മാനസപ്പന്തലിട്ട് അതിനകത്ത് വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്നായിരുന്നു എന്റെ മോഹം. സമയക്കുറവ് കാരണം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണ് ഓപ്പ പറയുന്നത്. എന്താ ഒരു വിവരം അറിയിക്കാനുണ്ട്. എന്താണ്? നമ്മുടെ ശ്രീകുമാറിന്റെ അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന പോലെ വന്നു. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? അതിനു മുമ്പേ എല്ലാം കഴിഞ്ഞു.
നിനക്കറിയാവുന്നതാണല്ലോ, സമയത്തിന് പോയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും, അവധിയും നീട്ടിക്കിട്ടില്ല. എന്തായാലും ശ്രീയേട്ടൻ ജോലി നഷ്ടപ്പെടുത്തരുത്. ഓർക്കപ്പുറത്തുള്ള അമ്മാവിന്റെ മരണം അതിലുള്ള ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഏയ് മോളെ, എന്താ ഇത്? ഞാൻ പോയിട്ടിങ്ങ് വരുമല്ലോ, അപ്പോഴേക്കും നിന്റെ പഠിത്തവും തീരും. അടുത്ത അവധിക്ക് ഞാൻ മോക്കുള്ള NOC-യുമായിട്ടായിരിക്കും വരിക. വിവാഹം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം. നീ ഒന്ന് നോക്കിക്കേ. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സ്വാമി സാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സക്കമാണ് ഞാനെന്ത് സംസാരിക്കാൻ? സാർ, ഇപ്പോഴല്ലേ പിന്നെ എപ്പോഴാണ് ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? കമോൺ സാർ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. 30 വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ വിടവാങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്നോട് കാണിച്ച സഹകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ്. ഇന്നിപ്പോൾ നാളെ മുതൽ നിങ്ങളെ പിരിഞ്ഞ് നിങ്ങളില്ലാതെ ജീവിക്കുന്ന കാര്യം ഓർക്കുമ്പോ അയ്യോ കരയാതിങ്ക சின்ன குழந்தை கரையாதே மோசல்ல கரையாதுங்க. 10 பேரு நிக்கிற இடத்துல இப்படி எல்லாம் கரையலாமா? പാവം സംസാരല്ലേ? പടം എടുത്തിട്ട് മുഖം കണ്ടില്ല എന്ന് പറഞ്ഞ എന്നെ കുറ്റം പറയാൻ വരരുത്. സാറേ, ചീഫ് വരുന്നുണ്ട്. സ്വാമി, ചീഫ് ഈസ് കമ്മിങ്. സാറേ ലേറ്റ് പോയി തുടങ്ങി വന്ന് നിൽക്കണ്ടത്. ഐ എം റിയലി ലക്കി. നമസ്കാരം സാർ. ഈ വയസ്സിന് വല്ലപ്പോഴൊക്കെ ഓർക്കണം സാർ. ചായ തോന്നല്ലേ? എനിക്ക് നിങ്ങളൊന്നും സാറേ നേരെ രാത്രി ആയി തുടങ്ങി ഒന്ന് വന്ന് നിൽക്കണ്ട സാറേ. അവസാനം പടം എടുത്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയാം. ഒന്ന് വന്നു പിന്നെ എന്റെ മെക്കിട്ട് കിടന്ന് ചാരിക്കോളൂ. പടം ഫോട്ടോ എടുക്കാം. സാറേ ഒന്ന് ഇരുന്നേ. ബാഗ് ഇരുന്നേ. ലതികേ, നീ എന്താ ഇവിടെ മാറി നിൽക്കുന്നു? വാ, ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. വാടി, വന്നു വാ. ഒന്ന് പോക്കറ്റിൽ തൊട്ടെ. ഒന്നും കൂടെ അടുത്തുനിന്ന് ഒന്ന് ചിരിക്കാം. റെഡി? സ്മൈൽ. എടുക്കണം. ഓക്കെ. പ്രൂഫാണ് സാർ. ഏതായി പെൺകുട്ടി? പുതിയതായി നിയമനം പറ്റി വന്നതാണ്. പേര്? ലതിക. അവരോടൊന്ന് വരാൻ പറയും. യെസ് സാർ. എക്സ്ക്യൂസ് മീ, ലതികയെ ചീഫ് വിളിക്കുന്നു. Come in.
ഇരിക്കും. എന്നാ ഇവിടെ ജോയിൻ ചെയ്തത്? കഴിഞ്ഞ 16-ന്. ലതിക എന്നെ മറന്നു അല്ലേ? നിങ്ങൾ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? ഞാൻ ലതിക നാട്ടിൽ കുറെ അന്വേഷിച്ചു. പക്ഷേ ലതിക എവിടെയാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരെയും അറിയിച്ചിട്ട് പോരണമെന്ന് തോന്നിയില്ല. എവിടെയാ താമസം? ലേഖയുടെ കൂടെ. ശരി. അവരൊന്നും പറഞ്ഞില്ലേ? ആ ഏയ് ആ നമുക്ക് ശരിയാക്കാം. ആ ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. എന്തിനാ വിളിപ്പിച്ചത്? ലതികയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കുട്ടികളുമായി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ കയ്യിൽ കണ്ട കുഞ്ഞ്? അവൻ എന്റെ മോനാണ്. അപ്പൊ ലതികയുടെ ഹസ്ബൻഡ്?